നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. വീണ്ടും സർക്കാരിനെ വെല്ലുവിളിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്ത്. തന്നെ ആർക്കും ഭയപ്പെടുത്താൻ കഴിയില്ല, പേടിക്ക് വഴങ്ങുന്ന ആളല്ല താനെന്നും പറഞ്ഞുകൊണ്ട് വെല്ലുവിളി തുടങ്ങിയത്. സംസ്ഥാന സർക്കാരുമായുള്ള പോരിന് പുതിയ മാനം നൽകി പോലീസ് സുരക്ഷ വേണ്ടെന്ന പ്രഖ്യാപനത്തോടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് തെരുവിലേക്ക് നടക്കുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിയന്ത്രണത്തിലാണ് പോലീസിന്റെ പ്രവർത്തനമെന്നും കുറ്റപ്പെടുത്തി അവരുടെ സുരക്ഷ വേണ്ടെന്ന് പ്രഖ്യാപിച്ച ഗവർണർ കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ സ്ഥലങ്ങളിലൊന്നായ മിഠായി തെരുവിലെത്തി. വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങി മിഠായി തെരുവിലൂടെ നടന്ന ഗവർണർ പൊതുജനങ്ങളുമായി സംവദിച്ചും കടയിൽ കയറി ഹലുവ കഴിച്ചും അവിടെയുള്ള ജീവനക്കാരുമൊത്ത് സെൽഫി എടുത്തും തികച്ചും ജനകീയനായി. 40 മിനിറ്റോളം ജനങ്ങളുമായി സംവദിച്ച തെരുവിലൂടെ നടന്ന ഗവർണർ പിന്നീട് കാറിലേക്ക് മടങ്ങി. പൊതുവെ തിരക്കേറിയ മിഠായി തെരുവിനെ ജനസമുദ്രമാക്കിയാണ് ഗവർണർ ഇറങ്ങി നടന്നത്. ഇടയ്ക്ക് ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ BJP പ്രവർത്തകർ ഗവർണർക്ക് അഭിവാദ്യം അർപ്പിച്ച രംഗത്തെത്തി. ഗവർണറെ കണ്ട് ആളുകൾ കൂടിയതോടെ ജനത്തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് പിടിപെട്ടു. ഇതിനിടെ പരീക്ഷ കഴിഞ്ഞു വന്ന കുട്ടികളുമൊത്ത് ഫോട്ടോ എടുത്തും കുഞ്ഞുങ്ങളെ കയ്യിലെടുത്ത് അദ്ദേഹം ലാളിച്ചു. കുട്ടികളെ ചേർത്ത് പിടിച്ചാണ് അദ്ദേഹം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തത്. ഇടയ്ക്ക് സെൽഫി എടുക്കാനായി വന്ന ആളുകളെയും അദ്ദേഹം നിരാശരാക്കിയില്ല. ജനങ്ങൾ തനിക്ക് സുരക്ഷ ഒരുക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് ഗവർണർ ഇവിടേക്ക് എത്തിയത്. ഗവർണർ തള്ളിപ്പറഞ്ഞെങ്കിലും വൻ സുരക്ഷയാണ് പോലീസ് ഗവർണർക്കായി ഒരുക്കിയത്. നേരത്തെ കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയ ഗവർണർ മുഖ്യമന്ത്രിക്കും SFIക്കുമെതിരെ വിമർശനം ആവർത്തിച്ചിരുന്നു. തുടർന്ന് തനിക്ക് പോലീസിന് സുരക്ഷ ആവശ്യമില്ലെന്ന് പ്രഖ്യാപിച്ച് കോഴിക്കോട്ടേക്ക് യാത്ര തിരിക്കുകയായിരുന്നു. മാനാഞ്ചിറ സ്ക്വയറിലേക്കാണ് യാത്രയെന്നാണ് ഗവർണർ പറഞ്ഞത്. പക്ഷേ ഒറ്റയ്ക്ക് പോകുമെന്ന് ക്യാമ്പസിനുള്ളിൽ വെച്ച് മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഒരു ഭീഷണിക്ക് മുന്നിൽ ഭയന്നിരിക്കാൻ തയ്യാറല്ല. അവർക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യട്ടെ. 35-ാം വയസ്സിൽ ഞാൻ ഭയപ്പെട്ടിട്ടില്ല. എനിക്കിപ്പോൾ 70 വയസ്സ് കഴിഞ്ഞു. ദേശീയ ശരാശരിയേക്കാൾ ഉയർന്ന പ്രായമാണത്. അവർക്ക് മോശമായി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാമെന്നും പറഞ്ഞ ശേഷമായിരുന്നു മിഠായി തെരുവിലൂടെ യാത്ര. ക്യാമ്പസ് പരിസരത്ത് വെച്ച മാധ്യമ പ്രവർത്തകരെ കണ്ട ഗവർണർ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. കണ്ണൂരിലെ ജനം മോശമാണെന്ന് താൻ പറഞ്ഞോ എന്ന് ഗവർണർ ചോദിച്ചു. അവിടുത്തെ ചില പാർട്ടികളുടെ രാഷ്ട്രീയമാണ് പ്രശ്നം. കേരളത്തിലെ പ്രമുഖ എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രകോപിപ്പിക്കുന്നു എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? കണ്ണൂരിൽ എത്ര രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നുവെന്ന് നിങ്ങൾക്കറിയാവുന്നതല്ലേ? എത്ര കൊലപാതകങ്ങളിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്നും ഗവർണർ ചോദിച്ചു. പോലീസിനെ സ്വന്തമായി നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രി അനുവദിക്കുന്നില്ല എന്നും സേന നിഷ്ക്രിയമായിരിക്കാൻ കാരണം മുഖ്യമന്ത്രിയുടെ ഇടപെടലാണെന്നും ഗവർണർ ആരോപിച്ചു. ഇത്തരമൊരു സാഹചര്യത്തിൽ പോലീസ് സംരക്ഷണം ആവശ്യമില്ലെന്നും ഗവർണർ പറഞ്ഞു. സർവകലാശാല ഭരണത്തിൽ സർക്കാർ ഇടപെടുന്നതിനെയും ഗവർണർ രൂക്ഷമായി വിമർശിച്ചു. കേരള പോലീസ് രാജ്യത്തെ മികച്ച പോലീസ് സേനകളിൽ ഒന്നാണ്. എന്നാൽ പോലീസിനെ സ്വന്തമായി പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രി അനുവദിക്കുന്നില്ല. പോലീസ് നിഷ്ക്രിയമായിരിക്കാൻ കാരണം മുഖ്യമന്ത്രിയുടെ ഇടപെടലാണ്. പോലീസ് നീക്കിയ ബാനർ വീണ്ടും ഉയർത്തിയിരിക്കുകയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് മുഖ്യമന്ത്രിയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ പോലീസ് സംരക്ഷണം ആവശ്യമില്ല. ഇതുമായി ബന്ധപ്പെട്ട് DGPക്ക് കത്ത് നൽകിയിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങളെ താൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് എന്നെയും ഇഷ്ടമാണ്. എനിക്കുള്ള സംരക്ഷണം അവർ തരും. വേണ്ടി വന്നാൽ ഒറ്റയ്ക്ക് മാർക്കറ്റിൽ പോകും. ഒരു ഭീഷണിക്ക് മുന്നിൽ ഭയന്നിരിക്കാൻ തയ്യാറല്ല. അവർക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം. എങ്ങനെയായിരുന്നു സർക്കാരിനും SFIക്കും നേരെയുള്ള ഗവർണറുടെ വെല്ലുവിളി? രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും വൈസ് ചാൻസലർ നിർദ്ദേശം സ്വീകരിക്കരുതെന്ന സുപ്രീം കോടതി നിർദ്ദേശമില്ലേ? സർവകലാശാലയുടെ ഭരണം നടത്താൻ എനിക്ക് ഉദ്ദേശമില്ല. അത് എന്റെ കർത്തവ്യമല്ല എന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. ജനങ്ങളിൽ നിന്നും അവർ പരാതി സ്വീകരിക്കുന്നു, എന്നാൽ അതിന് പരിഹാരം കാണുന്നില്ല എന്നും ആരോപിച്ച ഗവർണർ തിരികെ പോയി. ഇതൊരു വെല്ലുവിളിയാണ്. സർക്കാരിനും വിദ്യാർത്ഥി സംഘടനയ്ക്കും മുൻപിൽ ഗവർണർ വെച്ച ഒരു ഉഗ്രൻ ചെക്ക്.